നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങളായിട്ട് നമ്മള് കുറേ കാര്യങ്ങൾ പഠിച്ചു പോവുകയാണ് അല്ലേ? കുറേ ആളുകള് ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. വർഷങ്ങളായിട്ട് ബുക്കുകൾ വായിക്കാത്ത ആൾക്കാര് നമ്മളുടെ റീഡിംഗ് ചലഞ്ചില് ജോയിൻ ചെയ്തതിന് ശേഷം അവരുടെ ലൈഫില് വന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി വോയിസുകള് എന്നെ തേടി വന്നു. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ജീവിതത്തില് എല്ലാ ആൾക്കാരുടെയും ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ലൈഫ് ഒന്ന് പൊടിക്കണം, സക്സസ്ഫുൾ ആക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലേ? ഉണ്ടോ? എത്ര ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. എത്ര ആൾക്കാർ ലൈഫിൽ വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്? അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയാമോ? ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയിൽ കുറെ ഹാർഡായിട്ട് വർക്ക് ചെയ്യലോ, കഠിനമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ജോലിയിലോ ബിസിനസ്സിലോ ഒന്നുമല്ല. കഠിനമായിട്ട് വർക്ക് ചെയ്യേണ്ടത് നമ്മളിലാണ്. നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ലൈഫിന് 360 ഡിഗ്രി ചേഞ്ച് തന്നെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ക്വിക്ക് ഫിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞൊരു വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഇല്ലാതെ ഞാൻ പറയില്ല. കാര്യം ഇപ്പൊ 1 മന്ത് ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ തന്നെ പല ആളുകൾക്കും നടക്കാതിരുന്ന പല കാര്യങ്ങളൊക്കെ നടക്കും. കാര്യം സാധാരണഗതിയിൽ എൻ്റെ ഒരു ഫ്രീ വെബിനാറിലേക്ക് ചോദിച്ചിട്ട് ഒരു മാസം എൻ്റെ ക്ലാസ്സുകൾ ചോദിച്ചു വരുന്ന ആൾക്കാർ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു 2500-3000 പേരാണ്. അപ്പൊ ഈ ഒരു 3000 പേരില് വളരെ കുറച്ച് ആൾക്കാരാണ് ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്യണേ. ക്ലാസ് വന്ന് കാണുന്ന ആൾക്കാർ 500 പേരുണ്ടാവും. ഈ 500 പേര് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് ശരിക്കും ക്ലാസ് ഒക്കെ ഒരു 2 hours ഒക്കെ പഠിച്ചൊക്കെ കഴിയുമ്പോൾ അതിന് പൈസ തന്ന് 1 മന്തിലേക്കൊക്കെ ചേരാൻ വന്ന ആൾക്കാർ അതിനും വളരെ കുറച്ച് ആൾക്കാരാണ് വരിക. പക്ഷെ ഈ ക്ലാസ്സുകളിൽ വന്ന് 1 മന്തിലേക്കൊക്കെ വന്ന് അവര് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാറ്റമാണ്. അപ്പൊ അവർക്ക് എന്താണ് സംഭവിക്കണത്? പല ആൾക്കാരും എൻ്റെ ജീവിതത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്തോരം ഡിഗ്രി എടുത്താ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് വന്നിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ ആലോചിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കിട്ടിയ ലൈഫിൽ പൈസ ഉണ്ടാക്കാനും സക്സസ്ഫുൾ ആവാനും ഡിഗ്രിയോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ ഒന്നും ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് പറയുന്നറിയോ? ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിൽ വന്നു. ട്രെയിനിങ് സെൻ്റർ ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഞങ്ങളുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് 10ാം ക്ലാസ്സും ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ പുള്ളി വളരെ നന്നായിട്ട് കാശ് ഉണ്ടാക്കണത് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്യണത്? ഒന്ന് പുള്ളിക്കൊരു മറ്റേ ഒരു ട്രാവൽസ് പോലെ ഒരു വണ്ടിയുണ്ട്, ടാക്സി ആയിട്ട് ഓടുന്നുണ്ട്. അതിൽ നിന്ന് അയാൾ നന്നായിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കാശ് പുള്ളി പല പല കാര്യങ്ങളായിട്ട് ഫിനാൻസിലൊക്കെ ആയിട്ട് പല കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമുണ്ട്. അപ്പൊ അന്നൊക്കെ വലിയ വിലയൊന്നുമില്ല. 92 കാലഘട്ടത്തിലാണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഇപ്പൊ എറണാകുളത്തിനടുത്ത് പന്നിങ്ങാടൊക്കെ സ്ഥലത്തിന് വില എന്ന് പറയുന്ന 7000 രൂപയ്ക്കൊക്കെ ഒരു സെന്റ് കിട്ടും. അല്ലെ 5000 രൂപ 7000 രൂപയ്ക്ക് ഒരു സെന്റിനുള്ളൂ. അപ്പൊ ഈ 5000 രൂപ 7000 രൂപയ്ക്ക് മേടിക്കുന്ന സെന്റിന്റെ സ്ഥലം ഒന്ന് മറിച്ച് വിറ്റ് കഴിയുമ്പോൾ അത് 10 ആകും, 12 ആവും, 12000 ആവും ഒരു സെന്റിന്. അപ്പൊ ഒരു സെന്റിൽ തന്നെ പുള്ളി ഉണ്ടാക്കണത് എത്ര രൂപയാ? ഒരു സെന്റിൽ തന്നെ 5000 rupees ഒക്കെ വെച്ച് ഉണ്ടാക്കണേ. അപ്പൊ ഇങ്ങനെ ഉള്ള രീതിയിൽ ഈ ഒരു ക്യാഷ് ഫ്ലോയും ഇങ്ങനെയൊക്കെയുള്ള ലെവലില് ഈ വളരെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഈ ഒരു മനുഷ്യൻ വളരെ ഫാസ്റ്റ് ആയിട്ട് വണ്ടികൾ കൂടുതൽ മേടിക്കുന്നു, പെട്ടെന്ന് റിച്ച് ആവണത് കണ്ണിൽ പെട്ടു. അപ്പൊ സത്യത്തിൽ ഞങ്ങളും എനിക്കൊക്കെ ഒരു 19 വയസ്സ് 20 വയസ്സേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മളും ഒരു വണ്ടി വാങ്ങി ആ വണ്ടി ടാക്സി ആയിട്ട് ഓടിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾക്ക് ഒരു വരുമാനം കിട്ടാൻ തുടങ്ങി. എഗെയിൻ പിന്നെയും കണ്ണൂർ നോക്കിയപ്പോൾ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ തുടങ്ങാന്നുള്ള ആശയം കിട്ടി. അപ്പൊ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്നൊക്കെ ജോലി എടുക്കാൻ പോയ 750 രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന കാലത്തില് നമ്മൾക്ക് അന്ന് വളരെ നന്നായിട്ട് സമ്പാദിക്കാൻ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ആ ഒരു വഴിയെ കൂടി അങ്ങ് പോയപ്പോൾ കമ്പ്യൂട്ടറുകൾക്ക് വിൽക്കാൻ തുടങ്ങി, പ്രിന്റേഴ്സ് വിൽക്കാൻ തുടങ്ങി, ഓപ്പർച്യൂണിറ്റിയുടെ ഫ്ലോ തന്നെയായി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ പൈസ ഉണ്ടാക്കാനും സക്സസ് ആവാനൊക്കെ സത്യത്തിൽ ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിലങ്ങോട്ട് നന്നായിട്ട് ക്ലച്ച് പിടിച്ചാൽ
പൈസ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ പൈസ ഉണ്ടാക്കണ പല ആൾക്കാരും, നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ലോട്ടറി അടിച്ച് കാശ് കിട്ടാറുണ്ട്. പല പല രീതിയിൽ പൈസ കിട്ടാറുണ്ട്. പക്ഷെ ഈ പൈസ ഉള്ളവന്മാർക്ക് എത്ര പേർക്ക് ആ പൈസയെ നന്നായിട്ട് ഗ്രോ ചെയ്യിക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ആ ഒരു ഉണ്ടാക്കിയ പൈസയെ ജനറേഷൻസിലേക്കോ അല്ലെങ്കിൽ അവർ മരിക്കുന്നത് വരെയുള്ള കാലത്തിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരാണ്. അപ്പൊ ഇതാണ് ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പൈസയല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾക്ക് എങ്ങനെയുള്ള ഒരു മനുഷ്യനാവണം, നമ്മൾ എന്താവണം, അത് ആണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മുടെ ലൈഫിന്റെ പർപ്പസ്, എന്താണ് നമ്മളുടെ ഒരു മോട്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു വിഷൻ, ഇതങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയാമോ? പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഒരു 3% ആൾക്കാർക്ക് മാത്രമാണ് എഴുതി ഉണ്ടാക്കിയ ഗോൾ ഉള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഗോൾ സെറ്റ് ചെയ്യിക്കാനും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്താനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കണേ. കാരണം ഇപ്പൊ എൻ്റെ കൂടെ ഇപ്പോൾ ഡയമണ്ട് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ നവംബറിൽ ഇറക്കിയപ്പോഴും എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാനിങ്ങനെ തീരുമാനിച്ചു 5 വർഷം എൻ്റെ കൂടെ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ കിട്ടുമോ. ഞാനിപ്പോൾ വളരെ ആദ്യമേ 5 ഡേയ്സിന്റെ ക്ലാസ്, പിന്നെ 1 മന്തിന്റെ ക്ലാസ്, പിന്നെ 1 ഇയർ ക്ലാസ്, ഇങ്ങനെയൊക്കെ എൻ്റെ ക്ലാസ്സുകൾ പോണേ. അപ്പൊ ഈ ഒരു ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി, മാമിന് ലൈഫ് ടൈം ഞങ്ങൾക്ക് കിട്ടുമോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ വലിയൊരു കമ്മിറ്റ്മെന്റ്. എനിക്ക് അത്രയും ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 5 വർഷം ഞാൻ പഠിപ്പിക്കാം. 5 ഇയർ നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ, ഫിനാൻസിൽ, ഹെൽത്തിൽ, റിലേഷൻഷിപ്പിൽ, കരിയറിൽ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ ഞാൻ എന്തായാലും സഹായിക്കാം. ആ ഒരു ചിന്തയിലാണ് ഒത്തിരി ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊരു ഡയമണ്ട് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയത്. ആ ഒരു മെമ്പർഷിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഒരു അഡ്വർടൈസ്മെന്റോ ഇതൊന്നും ചെയ്യാതെ എൻ്റെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ നേരെ ഒന്ന് ജോയിൻ ചെയ്തത് ഏതാണ്ട് 45 പേരാണ്. 45 ആൾക്കാർ, അതും എൻ്റെ കൂടെ 5 ഇയർ നിൽക്കാൻ, എനിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് 45 പേര് ആ ഒറ്റ ബാച്ചിലേക്ക് മൂവ് ഔട്ട് ചെയ്തു. ഇത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ബോധ്യമായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ 100% ആത്മാർത്ഥതയും വാല്യൂ കൊടുക്കാനായിട്ടുള്ള ആ ഒരു തീരുമാനവും കമ്മിറ്റ്മെന്റും നമ്മൾ കാണിക്കുവാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾക്ക് ഏതൊരാൾക്കും ലൈഫിൽ സക്സസിൽ നിന്ന് സക്സസിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് ഒരു ബോധ്യമാണ് ഈ ഒരു കഴിഞ്ഞ 6 വർഷത്തിൽ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ഒരു 48 അവേഴ്സിൽ ഇത്ര അധികം ആൾക്കാർ എൻ്റെ ആ ഒരു ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡും ഒത്തിരി സന്തോഷവും ഒക്കെ തോന്നി. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാനും വളരെ തെറ്റി വന്നാണോ എന്ന് എനിക്കറിയില്ല. കോവിഡ് വന്നതുകൊണ്ട് മാത്രം ഈ ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. എന്നിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ കോവിഡ് പാൻഡമിക്കിലാണ്. അപ്പൊ ഞാൻ എന്നിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ വിട്ടുകളഞ്ഞു. കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിലേക്കുള്ള ഫോക്കസ് ഞാൻ വിട്ടുകളഞ്ഞു. എനിക്ക് എന്താണ് വേണ്ടത് എന്നൊരു ബോധ്യം, ഒരു വിഷൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്ക് പ്രധാനമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും വിട്ടുകളയാനും എനിക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിലേക്ക് എൻ്റെ മേജർ ഫോക്കസ്, അത് 80% ഫോക്കസും 80% ടൈമും ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിവെക്കുക ചെയ്തേ. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫ് മാറാൻ തുടങ്ങി. അപ്പൊ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണം. ചലഞ്ചസ് ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടാത്തൊരവസ്ഥ വരും, നമ്മൾ ഒറ്റപ്പെടുത്തും, നമ്മൾ തന്നെ പോയിരിക്കേണ്ടി വരും, ഇതൊക്കെ വരും. പക്ഷെ ഇതെല്ലാം വന്നാലും നമ്മൾക്ക് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു പവർഫുൾ ആയിട്ട് ആറ്റിറ്റ്യൂഡ് നമ്മൾ കീപ്പപ്പ് ചെയ്യും. ഓരോ ദിവസവും നമ്മളിൽ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മനോഭാവത്തെ ഇമ്പ്രൂവ് ചെയ്താൽ, നമ്മൾ വളരെ സന്തോഷമുള്ള ഒരാളായിട്ട് നമ്മൾ മാറിയാൽ നമ്മുടെ ജീവിതം മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു നെഗറ്റിവിറ്റി ആണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്കിൽ എന്ത് സംഭവിക്കും?
ആ ഒരു സംഭവം ഒരു മാഗ്നറ്റ് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ, ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്ത് സാഹചര്യങ്ങൾ മോശമാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആ മോശം സാഹചര്യത്തിലും 100% വേറെ ആൾക്കാരെ ബ്ലെയിം ചെയ്യാതെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അവനവന്റെ ലൈഫിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് ചെയ്യാനും തുടങ്ങിയ ഓട്ടോമാറ്റിക്കലി നല്ല നല്ല ആൾക്കാരും നല്ല നല്ല സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് ഫ്രീ ഫ്ലോ ചെയ്യണത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ജീവിതത്തിൽ പ്രതിസന്ധിയോ പ്രശ്നമോ ഒക്കെ വന്നത് എന്തിനാണ്? നമ്മൾ ഏറ്റവും നല്ല രീതിയിലേക്ക് ശക്തമാക്കാനും വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മളെ കൊണ്ട് പൂവണിയിക്കാനുമാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എന്ത് പ്രതിസന്ധി വന്നാലും എന്തുകൊണ്ട് എനിക്കിത് വരുന്നു എന്ന് പറഞ്ഞിട്ട് കരയരുത്, എണീക്കണം. എണീറ്റിട്ട് എന്ത് ചെയ്യണം? അവനവന്റെ കർമ്മത്തിൽ വിശ്വസിച്ച് 100% ആത്മാർത്ഥമായിട്ട് അവനവനെ വഹിക്കാൻ തയ്യാറാവണം. അവനവന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തണം. ഈ ഒരു കാര്യം ചെയ്താൽ തന്നെ ലൈഫ് രക്ഷപ്പെടാൻ തുടങ്ങും. കലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ ഭാഗ്യം എന്താ എന്നെ തേടി വരാത്തത്. പക്ഷെ ഇന്ന് ഈ ഒരു 50 വർഷം കഴിഞ്ഞ് 53 വയസ്സിലിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, നമ്മളുടെ ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ വേറൊരാളുടെ അഡ്രസ്സിൽ പോയി വീഴില്ല. നമുക്കുള്ളതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ ആ കറക്റ്റ് അഡ്രസ്സിലെ കറക്റ്റ് സമയത്ത് നമ്മളെ തേടിയെത്തും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കാത്തിരിക്കാനും നമ്മളുടെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാതെ നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ നമ്മൾ തുടങ്ങണം. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ മനോഭാവം നമ്മളങ്ങ് കൊടുക്കാൻ തുടങ്ങുകയും നമ്മുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അതൊരു മാജിക്കാണ്. തിരിച്ചാ കിട്ടാത്ത അത്രയും ഒരു അനുഗ്രഹമുള്ള ലൈഫിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ തുടങ്ങുക. കാരണം ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ വളരെ സ്റ്റഡി ആയിട്ട് പോണ്ടാവും. പക്ഷേ ഈ ഒരു സ്ലോ പ്രോസസ്സിലും ഈ പ്രതിസന്ധികളിലും നമുക്ക് നമ്മളെ വിശ്വസിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രോബ്ലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാനും നല്ല മനോഭാവത്തോടെ എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാകും, എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എൻ്റെ നന്മയ്ക്കാണ് എന്ന് നമ്മളൊന്ന് വൗച്ച് ചെയ്യാനും തുടങ്ങിയ ലൈഫ് മാറും. അപ്പം മനസ്സിലാക്കുക, ജീവിതം എപ്പോഴും വിജയിക്കുന്നത് എങ്ങനെയുള്ളവരാണ്? ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്കാണ് ഇപ്പൊ ബെസ്റ്റ് കിട്ടുന്നത്. നിങ്ങളിങ്ങനെ വാറൻ ബഫറ്റിൻ്റെയൊക്കെ സക്സസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹം ഇത്രയും സക്സസ് ആയത് എപ്പോഴാ? അദ്ദേഹത്തിന്റെ ഏറ്റവും ഈ ഒരു 60 വയസ്സോ 65 വയസ്സോ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടായത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? 5 വയസ്സിലോ 7 വയസ്സിലോ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയ അദ്ദേഹം അത്രയും ലോങ് ഇയേഴ്സ് കാത്തിരിക്കാൻ, ക്ഷമയോടെ കാത്തിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾക്ക് മാസീവ് സക്സസ് വേണമെങ്കിൽ നമ്മൾക്ക് എത്ര ചെറുതിലേ തുടങ്ങാൻ പറ്റുമോ അത്രയും ചെറുതിലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് കാത്തിരിക്കണം. നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ വരും എന്ന് നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. പല ആൾക്കാരും ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാർ ഓരോ ദിവസവും അവരെ ഒത്തിരി അസൈൻമെൻറ്റുകളിലൂടെയൊക്കെ കടന്നുവിടും. ഇപ്പം ചെറിയ പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അവർ വന്നു കഴിയുമ്പോൾ ക്ലാസ്സുകളെ പറ്റി അവർക്ക് ഫീഡ്ബാക്ക് ഇടണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർ ആദ്യമൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര പേടിയാണ്, ഞാൻ എൻ്റെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ തെറ്റിപ്പോവോ. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഇപ്പൊ 1 ഇയറിലൊക്കെ മെമ്പർഷിപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഓരോ ക്ലാസ് ഒക്കെ കണ്ട് വോയിസ് ഇടാനൊക്കെ തുടങ്ങി ഇന്ന് നോക്കിയാ ഞാൻ ക്ലാസ് എടുക്കണില്ലേ അത് അവർ അതുപോലെ റിപ്പീറ്റ് ചെയ്യണ ലെവലിലേക്ക് അത്രയും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ഇഷ്ടം പോലെ മനുഷ്യരെ ഓരോ ദിവസവും ഞാൻ കാണാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുവാണെങ്കിൽ എന്താ ഗുണമെന്നറിയാമോ? നമ്മൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും, ബിസിനസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ല ജോബ് അപ്രൈസിൽ കിട്ടും. ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആണ് സക്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ കുറേ സംസാരിക്കുന്നതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യമാണ് അവസാനം സംസാരിക്കുകയും മറ്റുള്ളവർ പറയണത് ലിസൺ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഏറ്റവും അവസാനം സംസാരിക്കുന്ന ഒരാളായിട്ട് നല്ലൊരു കേൾവിക്കാരനായിട്ട് മാറാനും നിങ്ങൾ റെഡി ആവണം. പിന്നെ എന്താണ് സക്സസിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഡിസിപ്ലിൻ ആണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ
സക്സസ് അല്ലാത്ത സമയമൊക്കെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഫെയിലിയേഴ്സിലും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ കൊടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എണീക്കുക, എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കും, ജിമ്മിൽ പോകും, പള്ളിയിൽ പോകും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ മോശം സമയം വന്ന് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും പ്രാകും, ദൈവത്തിനെയും വിട്ടുകളയും. നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ നല്ലതാണോ മോശമാണോ എന്നില്ല. നമ്മൾ നമ്മളുടെ ജീവിതത്തിന്, ആ ഒരു കാര്യത്തിന് നമ്മൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം. നമ്മുടെ റുട്ടീനെ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. എവറി ഡേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. എല്ലാ ദിവസവും നമ്മൾ നല്ല ബുക്കുകൾ വായിക്കണം. നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ നമ്മളുടെ ഗോളിലേക്ക് വർക്ക് ചെയ്യാൻ റെഡി ആവണം. അല്ലാതെ എനിക്ക് നേടിയാൽ മാത്രം ഞാൻ ചെയ്യാമെന്നുള്ളതല്ല. ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ജീവിതത്തിൽ സക്സസ് കിട്ടുള്ളൂ. അല്ലാതെ സക്സസ് കിട്ടിയിട്ട് ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും രക്ഷപ്പെടാൻ പറ്റാത്തത്? പണിയെടുക്കാത്തതുകൊണ്ടാണോ? അല്ല, അവരുടെ ഉള്ളിലുള്ള ലിമിറ്റഡ് ബിലീഫ്സ് ആണ്. അപ്പൊ അവനവന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത്, ഞാൻ വിജയിക്കുമെന്ന് അവന് ഉള്ളിൽ വിശ്വാസമുണ്ടോ? ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പല ആൾക്കാരും അവനവന്റെ പാറ്റേൺ എന്താന്ന് പോലും അറിയാൻ ക്ഷമയോടെ നോക്കാറില്ല. കാര്യം നമ്മളുടെ അപ്പനും അമ്മയും എങ്ങനെയാണോ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത് അതുപോലെ തന്നെ റിപ്പീറ്റ് വെച്ച് ചെയ്യുക. ഞാനിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡാഡിയും മമ്മിയൊക്കെ കിട്ടുന്ന കാശി കൂടുതൽ ചിലവാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു ശീലമാണ് എനിക്കും വർഷങ്ങളായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് ഒരു സമ്പാദിക്കുന്ന എനിക്ക് കിട്ടുന്ന പൈസയുടെ ഒരു ചെറിയ പെർസെൻറ്റേജ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് വളരെ ബഡ്ജറ്റഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ എൻ്റെ സ്വഭാവത്തെ മാറ്റി പുതിയ പാറ്റേൺ ഞാൻ കൊണ്ടുവന്നപ്പോൾ എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങി. കാരണം നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കറക്ഷൻ എടുക്കണം. അല്ലാതെ എല്ലാവർക്കും പോണ കാര്യങ്ങൾ നമുക്ക് വർക്കാവണമെന്നില്ല. നമ്മൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു മെന്ററോ ഒരു കോച്ചോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ആ ഒരു പാറ്റേണിൽ നിന്ന് അവയർനെസ് തരാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു പാറ്റേണിലേക്ക് നിങ്ങളെ എത്തിക്കാനും സഹായിക്കുകയോ ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റക്കാണ്, ഒരു ഡിസിപ്ലിൻ ഇല്ല, ഒന്നിനും ഒരു ചിട്ടയില്ല, ടൈം മാനേജ്മെന്റ് ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സ്റ്റക്കാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളിലാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് വ്യത്യാസം വരാൻ തുടങ്ങും? ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ ഗ്രോ ചെയ്യാൻ തുടങ്ങും, ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും. കാര്യം ഞാൻ പലപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയാമോ? പല മനുഷ്യരും എന്നോട് പറയുവേ, ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല, എല്ലാവരും തൊഴിൽ പോവാണ്, നൂറ് പ്രശ്നങ്ങളാണ്, വരുമല്ലേ, അപ്പം ഇപ്പം ഭയങ്കര പിരിച്ചുവിടലാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് നമ്മളിൽ വർക്ക് ചെയ്യുകയും നമ്മുടെ നോളജ് ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടിരുന്നാൽ ഏറ്റവും മികച്ച രീതിയിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ മാറിയ നമ്മളെ മാറ്റിവെക്കാൻ വേറൊരാൾക്ക് പറ്റുമോ? ഞാൻ വർക്ക് ചെയ്യണ കാലം തൊട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്താണെങ്കിലും ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പൊ ഈ കോവിഡ് ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പണിയെടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനാണ്. അപ്പൊ എങ്ങനെ എന്നെ ഡിജിറ്റലി ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണ്ടത്, എഗെയിൻ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് വന്നു. പല കാര്യങ്ങൾ, ലൈഫ് കോച്ചിങ് പഠിക്കാൻ പോയി, പല കോഴ്സുകൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ഒരു ലൈഫ് ലോങ് ലേണിങ്ങിലേക്ക് പോവുകയും ഓരോ ദിവസം എൻ്റെ നോളജ് കൂട്ടാനും എഗെയിൻ ഈ പഠിക്കുന്ന നോളജ് അപ്ലൈ ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പോൾ ലൈഫ് മാറി. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഏറ്റവും ഓരോ ദിവസവും നമ്മൾ ഇന്നലത്തെ ശീജയിൽ നിന്ന് ഇന്നത്തെ ശീജ ആവാൻ പറ്റണം. എവറി ഡേ പഠിക്കണം. പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അൺലേൺ ചെയ്യാനും പഠിക്കണം. എന്നിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് രക്ഷപ്പെടുന്നത്. അപ്പം ഏതൊരാൾക്കും മാസീവായിട്ടുള്ള സക്സസ് കൊണ്ടുവരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു 10% എങ്കിലും പേഴ്സണൽ ഡെവലപ്മെൻറ്റിലും സ്കിൽ ഡെവലപ്മെൻറ്റിലും മുടക്കാത്ത ഒരാൾക്കും ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ലൈഫ് എന്തുകൊണ്ട് രക്ഷപ്പെടണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കിൽഡ് ആവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക.
അപ്പം നിങ്ങളെ സംബന്ധിച്ച് മണിയെ എങ്ങനെ ഗ്രോ ചെയ്യിക്കണം, മണി എങ്ങനെ ഉണ്ടാക്കണം, ഇതെല്ലാം ഒരു സ്കില്ലാണ്. മണി മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. എഗെയിൻ സ്കിൽഡ് അല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാരും കടത്തിലും പ്രതിസന്ധിയിലും പെട്ട് ജീവിതത്തിൽ ഒരു ഗതിയില്ലാതെ മൂവ് ഔട്ട് ചെയ്യണത്. അപ്പം നല്ല ലെവലിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നന്ദിയുള്ള ഒരാളായിട്ട് മാറുക. നമ്മുടെ ലൈഫിൽ എന്തില്ല എന്നുള്ളതിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉള്ളതിൽ നമ്മൾ അനുഗ്രഹമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങും. പല മനുഷ്യരും എങ്ങോട്ടാ നോക്കണേന്നറിയാവോ? മറ്റവന് കിട്ടിയതിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ട് അതെനിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കണേ. അപ്പം മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യും തോറും എല്ലാം നിങ്ങൾക്ക് കിട്ടിയതും കൂടി ആരെങ്കിലും എടുത്തിട്ട് പോകും. അപ്പൊ ഇന്ന് മുതൽ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ തുടങ്ങുക. ജീവിതത്തിലുള്ള നന്മകൾക്ക് നന്ദി പറയുക. എഗെയിൻ നിങ്ങൾ ഡിസിപ്ലിൻ ഉള്ള ഒരാളായിട്ട് മാറുക. അത്യാവശ്യം 6 മണിക്ക് എണീക്കുവാണെങ്കിൽ ഒരു 5 മണിക്ക് എണീക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി വ്യായാമം ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ, എവറി ഡേ നല്ല ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ കാണാൻ, സ്കിൽഡ് ആവാൻ, എഗെയിൻ നല്ല ബുക്കുകൾ വായിക്കാൻ, ഒക്കെ പണമൊക്കെ മുടക്കുക. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾ മാറുമ്പോൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം അത്രയും അനന്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ആ ഒരു ലോകത്തിൽ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ നമ്മളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ മാറ്റം വരണം, നിങ്ങളുടെ ജീവിതം ഒരു വിജയമാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കോച്ചിങ് പ്രോഗ്രാംസിലേക്ക് വരാം. നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ എങ്ങനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എഫേർട്ട്ലെസ് ആയിട്ട് നടത്താം എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ജീവിതത്തിൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടുപോയി, എൻ്റെ ലൈഫിൽ ആരും പറഞ്ഞു തരാനില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ ഇൻകം ഉള്ള, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ട് ഒരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കോച്ചിങ് അക്കാഡമിയിലേക്ക് വരാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് മാറ്റാൻ, നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം ലൈഫാക്കി മാറ്റാൻ സപ്പോർട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ക്ലാസ്സുകളിൽ വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ലിങ്കിൽ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് 1 മന്തിലേക്കോ ഒക്കെ വന്നിട്ട് ചേരാൻ പറ്റും. അപ്പോൾ എന്തായാലും ജീവിതം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വളരെ നല്ലൊരു അനുഭവമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ, അപ്പം അങ്ങനെയുള്ള രീതിയിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവന്നാൽ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് അത്ര എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു പർപ്പസ് കണ്ടെത്താനും നിങ്ങൾ വർക്ക് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഗ്രാംസിലേക്ക് വരിക. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു മാജിക് ആക്കണമെങ്കിൽ നമ്മളിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിട്ട് മാറും. ഒന്നിനെ തേടി പോകേണ്ടി വരില്ല, എല്ലാം നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രോഗ്രാംസിലേക്കും ക്ലാസ്സുകളിലേക്കൊക്കെ വരിക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താണെന്നറിയാമോ? അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റും എക്സ്പീരിയൻസുകളുമാണ് ഈ ഒരു ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏതൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വൈറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് വന്നേക്കുന്നത്. ഇത് വളരെ പഴയൊരു സാരിയാണ് കേട്ടോ, ഒരു സിൽക്ക് സാരിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഇപ്പം മാമിൻ്റെ കുപ്പികളെയൊക്കെ കണ്ടിട്ട് കുപ്പികളൊക്കെ മേടിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു.